morning and welcome to Doctor's Talk. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ എന്നോടൊപ്പമുള്ളത് ഡോക്ടർ ജേക്കബ് എബ്രഹാം. അദ്ദേഹം കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലെ കാർഡിയക് അനസ്തറ്റിസ്റ്റ് ആണ്. അദ്ദേഹം ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന വിഷയം അനസ്തേഷ്യയായിട്ട് ബന്ധപ്പെട്ടതല്ല, കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. കാർഡിയാക് അറസ്റ്റ് ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഹൃദയാഘാതം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ രോഗി മരിച്ചു പോകുന്ന, വേണ്ട കെയർ കിട്ടിയില്ലെങ്കിൽ രോഗിക്ക് മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണത്. അതിനെ വളരെ സിമ്പിളായിട്ട് ഏതൊരു മനുഷ്യനും ചെയ്യാവുന്ന ഒരു പുനരുജ്ജീവന പ്രക്രിയയാണ് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതെങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ചും ഡോക്ടർ കൂടി അംഗമായ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഡോക്ടർ ജേക്കബ് ഇവിടെ സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ഡോക്ടർ ജേക്കബ്. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ വിഷയം അനസ്തേഷ്യ അല്ല, ഡോക്ടർ ഒരു അനസ്തറ്റിസ്റ്റാണ്. നമ്മുടെ വിഷയം അനസ്തേഷ്യ അല്ല. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് CPR-നെ കുറിച്ചാണ്, കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. അപ്പോൾ ഞാനതിൻ്റെ ഒരു വേഗമായിട്ടൊരു ഐഡിയ ഇപ്പോൾ പറഞ്ഞു. ഡോക്ടർ കുറച്ചുകൂടെ സ്പെസിഫിക്കലായിട്ട് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് പറയാൻ പറ്റും. എന്താണ് CPR എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ വായിക്കുന്ന ഒരു വാർത്തയാണ്, കുഴഞ്ഞു വീണ് മരിച്ചു, ഓഫീസിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്ത് വെച്ച് ബസ് സ്റ്റാൻഡിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത്. ഇങ്ങനെ കുഴഞ്ഞു വീണ ഒരു വ്യക്തിയെ, കാർഡിയക് അറസ്റ്റ് വന്ന വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ, അല്ലെങ്കിൽ ഒരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ കെയർ ആംബുലൻസ് ആ സ്പോട്ടിൽ എത്തുന്നവരെ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു പ്രാഥമിക ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻ്റാണ് CPR, അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ, ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം. ഇതാണ് ഒരു CPR-ൻ്റെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു ചെസ്റ്റ് കംപ്രഷൻ, ഹൗ ടു ഗീവ് ചെസ്റ്റ് കംപ്രഷൻസ് ആൻഡ് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്. CPR ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുണ്ട്, അങ്ങനെ ഓഫീസിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുണ്ട്, പബ്ലിക് പ്ലേസിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ പുറം നാടുകളിലൊക്കെ ഇത് വളരെ കോമൺ ആണ്, അല്ലേ? നമ്മുടെ നാട്ടിൽ ശരിക്കും അതിൻ്റെ ഒരു പ്രസക്തി വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഈ കുഴഞ്ഞു വീഴുന്നു എന്നുള്ള സംഭവം നടക്കുന്നത് ഇപ്പം അമേരിക്കയിലോ UK-ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൺട്രിയിലാണെങ്കിൽ അവർക്കൊരു ഹോസ്പിറ്റൽ കെയർ കിട്ടാനോ ഒരു ക്രിട്ടിക്കൽ കെയർ സൗകര്യമുള്ള ഒരു ആംബുലൻസ് കിട്ടാനോ ഉള്ള സമയവും നമ്മുടെ നാട്ടിലത് കിട്ടുന്ന സമയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ ഇതിന് കൂടുതൽ പ്രസക്തി നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ CPR-നെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മുടെ നാട്ടിൽ അത്രയും വന്നിട്ടില്ല. വെസ്റ്റേൺ കൺട്രീസിലോ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് പ്രോഗ്രാംസും എല്ലാ അവരുടെ ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ ഒരു 10th കഴിയുമ്പോൾ തന്നെ അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ, ഈ CPR-നെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേഷൻ ഒത്തിരി ഇമ്പോർട്ടൻസ് ഗവൺമെൻറ് സെക്ടറിൽ കൊടുക്കുന്നുണ്ട്. അതിനുള്ളൊരു പ്രോപ്പർ സിസ്റ്റവും ഉണ്ട്. പെട്ടെന്ന് ഒരാൾ പബ്ലിക് പ്ലേസിൽ വെച്ച് കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പെട്ടെന്ന് നമുക്ക് വിളിക്കാനായിട്ടുള്ള ഒരു നമ്പറും ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനുള്ള ഒരു ആംബുലൻസ് സർവീസും, ക്രിട്ടിക്കൽ കെയർ ആംബുലൻസ് സർവീസും കുറഞ്ഞ സമയം കൊണ്ട് ആ വ്യക്തിക്ക് ഒരു അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് കിട്ടും. നമുക്ക് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ബേസിക് ലൈഫ് സപ്പോർട്ട് മാത്രമാണ്, ചെസ്റ്റ് കംപ്രഷൻസും മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് മാത്രമാണ്. ഒരു അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിലോട്ട് എത്രയും പെട്ടെന്ന് ആ വ്യക്തിയെ മാറ്റണം, ബേസിക് ലൈഫ് സപ്പോർട്ട് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിൽ. അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ട്രാഫിക് സിസ്റ്റം അനുസരിച്ച് ഒരു ആംബുലൻസ് ആ സ്പോട്ടിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം സമയമെടുക്കും. ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്ന് പറയുമ്പോഴും പലപ്പോഴും ഒത്തിരി ഡിലേഡ് ആവും. ഒരു CPR കൊടുക്കുക, ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് CPR കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒത്തിരി സോഷ്യൽ ഫാക്ടേഴ്സിൻ്റെ ആൾക്കാർക്ക് ഒത്തിരി മടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു അവയർനെസ് ക്രിയേഷൻ അത്ര എളുപ്പമായിട്ടുള്ളതല്ല, എന്നാലും അതിന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഈ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ 2006 ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ലിസി ഹോസ്പിറ്റലിലെ കാർഡിയക് സർജൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ ലീഡർഷിപ്പിൽ തുടങ്ങിയതാണ്. അതിൻ്റെ പല പ്രൊജക്റ്റുകളുണ്ട്. അതിൻ്റെ ഒരു മേജർ പ്രൊജക്റ്റുകളിലൊന്നാണ് ഈ CPR ട്രെയിനിങ് പ്രോഗ്രാം, അവയർനെസ് പ്രോഗ്രാം എന്നുള്ളത്. അത് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയി അതിന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓഫീസുകളിൽ, റെസിഡൻസ് അസോസിയേഷൻ, ക്ലബ്ബുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇതുവരെ 150ഓളം ക്ലാസ്സുകൾ ഇതുവരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ CPR-നെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞല്ലോ ബേസിക് ലൈഫ് സപ്പോർട്ടും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടും പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ഒരു ഹോസ്പിറ്റലിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയർ സൗകര്യമുള്ള ഒരു ആംബുലൻസിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിന് ചെയ്യാൻ പറ്റുന്ന സംഭവം. ഈ ബേസിക് ലൈഫ് സപ്പോർട്ടും അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം എന്താണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പെട്ടെന്നൊരു വ്യക്തി കൊലാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ കുലുക്കി വിളിച്ച് നോക്കുന്നു, ആ വ്യക്തി യാതൊരു റെസ്പോൺസും ഇല്ല, ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്നുള്ളത്, ശ്വാസം വലിച്ചു വിടുന്നുണ്ടെന്നുള്ളത് അസസ് ചെയ്യുന്നു ക്വിക്കായിട്ട്. അധികം സമയം പാഴാക്കാൻ പാടില്ല. ഇത് രണ്ടും അദ്ദേഹം കുലുക്കി വിളിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല, ശ്വാസം വലിച്ചു വിടുന്നില്ല എങ്കിൽ അതൊരു കാർഡിയക് അറസ്റ്റ് സിറ്റുവേഷൻ എന്നുള്ള നമ്മൾ അനുമാനിക്കാം. ഇമ്മീഡിയറ്റ്ലി ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങണം. ചെസ്റ്റ് കംപ്രഷനും മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്ങും CPR തുടങ്ങണം. അത്
ബാക്കി ഒരു എക്യുപ്മെന്റ്സിന്റെയോ ഒന്നും സഹായമില്ലാതെ ചെയ്യുന്നതാണ് അതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. അത് ഹോസ്പിറ്റൽ നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് നമുക്ക് ഒത്തിരി നേരം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മൾ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിലോട്ട് മാറ്റണം. അപ്പം ഈ വ്യക്തി കാർഡിയക് അറസ്റ്റ് വന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു എമർജൻസി സിറ്റുവേഷൻ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ഒരു ക്രിട്ടിക്കൽ കെയർ ആംബുലൻസിൻ്റെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക. ഇപ്പോൾ 1298 എന്ന് പറഞ്ഞൊരു ആംബുലൻസ് സർവീസ് നമ്മുടെ നാട്ടിലുണ്ട്. ആ 1298 ഡയൽ ചെയ്താൽ ചിലപ്പോൾ ആ ഒരു പരിസരത്ത് ആ ഒരു ആംബുലൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്താൻ സാധിക്കും, ഇല്ലെങ്കിൽ അതിനും സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്യണം. അങ്ങനെ അതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. അപ്പോൾ എത്രയും നേരത്തെ അത് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 100% ഓക്സിജൻ കൊടുക്കാൻ പറ്റും. ഹാർട്ടിൻ്റെ റിതം താളം ശരിയാക്കാനായിട്ടുള്ള ഷോക്ക് കൊടുക്കാൻ സാധിക്കും. പ്രഷർ കൂട്ടാനായിട്ട് ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കാൻ പറ്റും. അത് അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ട്. ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ബേസിക് ലൈഫ് സപ്പോർട്ട്. ഈ CPR എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയാമോ? CPRന്റെ സി എന്ന് പറയുന്നത് കാർഡിയോ, റിലേറ്റഡ് ടു ഹാർട്ട് എന്നുള്ളതാണ്. പി പൾമണറി, ലങ്സുമായിട്ട് ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടാണ്. CPR. ആർ ഇസ് റിലേറ്റഡ് ടു റെസസിറ്റേഷൻ, പുനരുജ്ജീവനം. അപ്പോൾ ഹൃദയത്തിൻ്റെയും ലങ്സിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ഫങ്ഷൻ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് കൊണ്ട് ഈ CPR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഒരു ക്ലിയർ കട്ട് റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. അവർ എല്ലാ വർഷവും ചെറിയ ചെറിയ റിവിഷൻ ചെയ്യും. 2010 ഒരു മേജർ റിവിഷൻ വന്നു. നമ്മൾ 2010 വരെ 50 വർഷത്തോളം എയർവേ ബ്രീത്തിങ് വളരെ എളുപ്പമാണ് ഓർക്കാനായിട്ട്. ഇംഗ്ലീഷിലെ 3 ആൽഫബറ്റ്, ഫസ്റ്റ് 3 ആൽഫബറ്റ് ABC, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. ആദ്യമേ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുക, പിന്നെ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. 2010 അവരെ ഒരു പല വർഷങ്ങൾ കൊണ്ടുള്ള റിസർച്ച് കൊണ്ട് അവർ മനസ്സിലാക്കിയത് കുറച്ചുകൂടെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തണം. അതായത് ഈ ആദ്യമേ തന്നെ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. എസ്പെഷ്യലി ഓപ്പോസിറ്റ് സെക്സ് ആണെങ്കിൽ തുടങ്ങാനായിട്ട് CPR തുടങ്ങാൻ ഒത്തിരി അങ്ങ് ഡിലേഡ് ആയി പോകാൻ ആ ഒരു കാരണം കൊണ്ട് ആദ്യമേ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക. CAB, ABC എന്നുള്ളത് CAB എന്നുള്ളത് സീക്വൻസിലൊരു വ്യത്യാസം വരുത്തി. ആദ്യമേ ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങുക, 30 പ്രാവശ്യം നെഞ്ചിൽ അമർത്തുക, അത് കഴിഞ്ഞ് 2 പ്രാവശ്യം മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുക, എഗെയിൻ തിരികെ പോയി 30 പ്രാവശ്യം നെഞ്ചിൽ അമർത്തുക. അങ്ങനെ അത് ആ ഒരു റേഷ്യോയിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം ഡോക്ടർ. ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഡോക്ടർ, നമ്മൾ CPR എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. CPR അപ്പം പറഞ്ഞ പോലെ ഈ ABC എന്നുള്ള സീക്വൻസ് CAB എന്നുള്ളതാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഞങ്ങൾ ടീച്ചിങ് പ്രോഗ്രാം ഈ പല സ്ഥലങ്ങളിലും പോയി ടീച്ചിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അതിന് ഷോർട്ട് വീഡിയോ ക്ലിപ്പിംഗ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ക്ലിപ്പിംഗ് നമുക്കൊന്ന് കാണാം. നമ്മുടെ ഹൃദയസ്പന്ദനം നിലച്ചുപോകുന്ന അവസ്ഥയെയാണ് ഹൃദയസ്തംഭനം അഥവാ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹൃദയസ്തംഭനം സംഭവിക്കുമ്പോൾ ഉടൻ CPR നൽകിയില്ലെങ്കിൽ ആ രോഗി മരിച്ചു പോകുവാൻ ഇടയാകും. കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്ന വ്യക്തി കുഴഞ്ഞു വീഴുകയും ശ്വാസോച്ഛ്വാസം നിലയ്ക്കുകയും ചെയ്യും. ഈ അവസരത്തിലാണ് ഉടനടി CPR അത്യന്താപേക്ഷിതമായി നൽകേണ്ടത്. CPR അഥവാ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം എന്നത് വളരെ ലളിതവും എളുപ്പവും ആർക്കും നൽകാവുന്നതുമായ ഒരു വിദ്യയാണ്. ലോകവ്യാപകമായി ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഫോർമുല ABC എന്നതാണ്. 2010 അമേരിക്കൻ ഹൃദയാരോഗ്യ സംഘടന ABC എന്ന ഫോർമുല CAB എന്നാക്കിയിട്ടുണ്ട്. രോഗിയുടെ വലതുവശത്ത് മുട്ടുകുത്തി നെഞ്ചിന്റെ മധ്യഭാഗത്തായി ഒരു കൈയുടെ മുകളിൽ അടുത്ത കൈവച്ച് 2 കൈമുട്ടുകളും നേരെ വെച്ച് തോളുകൾ രോഗിയുടെ നെഞ്ചിന്റെ മുകളിൽ വരുന്ന രീതിയിൽ 2 ഇഞ്ചെങ്കിലും നെഞ്ച് താഴേക്ക് അമർന്ന് ഉയരുന്ന രീതിയിൽ കംപ്രഷൻ നൽകുക. എയർവേ രോഗിയുടെ താടിയെല്ലിലും നെറ്റിയിലും 2 കൈകൾ കൊണ്ട് പിടിച്ച് സാവധാനം തല മുകളിലേക്ക് ഉയർത്തി കഴുത്ത് നേരെയാക്കുക. അതിനുശേഷം 2 വിരലുകൾ കൊണ്ട് മൂക്കുകൾ അടച്ചുപിടിച്ചതിന് ശേഷം വായിലൂടെ വായു ശക്തിയായി ഊതിക്കയറ്റുക. ഈ സമയം വായു അകത്ത് ചെന്ന് നെഞ്ച് ഉയർന്നു താഴുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതുപോലെ 2 തവണ ഇതേ പ്രക്രിയ ആവർത്തിക്കുക. അതിനുശേഷം വീണ്ടും കംപ്രഷൻ തുടരുക. ഈ CPRന്റെ പ്രക്രിയകൾ ആംബുലൻസോ വൈദ്യസഹായമോ എത്തുന്നതുവരെ തുടരേണ്ടതാണ്. വെൽക്കം ബാക്ക്. ഡോക്ടർ, നമ്മൾ ആ ക്ലിപ്പിംഗ് കണ്ടു. ഇപ്പോൾ ഈ CPR എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? ഈ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ ആണിത്. ഇത് നെഞ്ചിൽ 30 പ്രാവശ്യം അമർത്തണം, 2 പ്രാവശ്യം എയർവേ ബ്രീത്തിങ് കൊടുക്കണം, ഇതെല്ലാം ഓക്കെ. ഇതെന്തിനാണ് ചെയ്യുന്നത്? നമുക്കെല്ലാം അറിയാം, ഹൃദയത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ശുദ്ധരക്തം
ബാക്കി എല്ലാ ഓർഗൻസിലോട്ടും ബ്രെയിൻ, ലിവർ, കിഡ്നി എല്ലാ അവയവങ്ങളിലോട്ടും ഈ ശുദ്ധരക്തം എത്തിക്കുക എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ ഫങ്ഷൻ. അത് ജനിക്കുന്ന തൊട്ട് നമ്മൾ മരിക്കുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. ഒരു മിനിറ്റിൽ അറൗണ്ട് 60 to 100 ടൈംസ്, 60 മുതൽ 100 പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നു. അപ്പം ഈ കാർഡിയക് അറസ്റ്റ് എന്നൊരു വ്യക്തിക്ക് ബാക്കിയുള്ള എല്ലാ ഓർഗൻസിലോട്ടുള്ള ഇൻക്ലൂഡിങ് ഹാർട്ട് ഉൾപ്പെടെ എല്ലാ ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ആ ഒരു സമയത്തേക്ക് നിലയ്ക്കുന്നു. ഇങ്ങനെ ഉള്ള ഇതിനകത്ത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിനാണ്. ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഒരു 10 മിനിറ്റ് കൂടുതൽ കംപ്ലീറ്റ് ആയിട്ട് നിലച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന് ക്ഷതമേൽക്കാം, തലച്ചോറിന് ക്ഷതമേൽക്കാം. അത് ചിലപ്പോൾ സ്ട്രോക്ക് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്. ചിലപ്പം അതൊരു ഫുൾ ഫ്ലെജ് കോമ സ്റ്റേജിലോട്ട്, ഒരു ബ്രെയിൻ ഡെത്ത് സിറ്റുവേഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നവരെ ആ വ്യക്തിയുടെ ഈ അവയവങ്ങളിലോട്ടുള്ള രക്തയോട്ടം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് CPRൻ്റെ പ്രധാന ഉദ്ദേശം. നമ്മൾ ഈ ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഹാർട്ടിനകത്തുള്ള ബ്ലഡ് ബാക്കിയുള്ള പമ്പ് ചെയ്യണം. ഓക്കെ. അപ്പം ഹാർട്ടിൻ്റെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഈ രക്തം പമ്പ് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ പുറത്തുനിന്ന് ചെയ്ത് ഹാർട്ടിനെ കംപ്രസ് ചെയ്യുന്നു, പ്ലസ് നമ്മൾ ലങ്സിലേക്ക് വായു ഊതിക്കയറ്റുന്നു. ഇതാണല്ലോ CPRൻ്റെ ഒരു ബേസിക് തിയറി എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടു ഒരാൾ വീണ് പോകുന്ന ഒരു സിറ്റുവേഷനിൽ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നതായിട്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടു. പക്ഷേ പൊതുജനത്തിന് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല അത് കണ്ടാൽ. ഏത് സാഹചര്യത്തിലാണ് ഒരു CPR ആവശ്യമായി വരുന്നത്? നമ്മളൊരു വ്യക്തി നമ്മുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതൊന്ന് കുലുക്കി വിളിച്ചു നോക്കുക. ചേട്ടാ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കുക. യാതൊരു റെസ്പോൺസും ഇല്ല, വിളിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല. ഒന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ ആ ബ്രീത്തിങ് പാറ്റേൺ, ശ്വാസം വലിച്ചു വിടുന്നുണ്ടോ നോക്കുക. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു കാർഡിയക് അറസ്റ്റ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നെ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എമർജൻസി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് അവേ ചെസ്റ്റ് കംപ്രഷൻസും മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുത്തുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. ബേസിക് ലൈഫ് സപ്പോർട്ട് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിലോട്ട് മാറ്റണം. അതിനൊരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ മൊബൈൽ എടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ്ലി അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആ ഒരു എമർജൻസി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് ഒട്ടും വൈകാതെ തന്നെ ചെസ്റ്റ് കംപ്രഷൻസ് തുടങ്ങുക. അത് നേരത്തെ കാണിച്ച ആ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചുള്ള വീഡിയോ ക്ലിപ്പിംഗാണ് നമ്മൾ കണ്ടത്. അതനുസരിച്ചുള്ള ചെസ്റ്റ് കംപ്രഷൻസും മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്ങും ഒരു ആംബുലൻസോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് യാതൊരു ഇൻട്രപ്ഷൻ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഡോക്ടർ, ഈ നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത് ഒരാളുടെ ചെസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതാണല്ലോ. ഇതിനകത്തൊരു സാധ്യതയുള്ളത് പലപ്പോഴും ആൾക്കാർക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമായിരിക്കും. ഒരു സാധ്യതയുള്ളത് ഇപ്പം ഈ കിടന്ന് ഈ കംപ്രഷൻസ് ഉൾക്കൊള്ളുന്ന വ്യക്തി അത്ര നല്ല ആരോഗ്യമുള്ള ഒരാളല്ല എങ്കിലും മുകളിൽ നിന്നത് ചെയ്യുന്ന ആൾ നല്ല ആരോഗ്യമുള്ള ആളുമാണെങ്കിൽ ഒരു റിബ് ഫ്രാക്ചറിനുള്ള സാധ്യത ഇല്ലേ അവിടെ? തീർച്ചയായിട്ടും ഉണ്ട്. റിബ് ഫ്രാക്ചർ വളരെ കാർഡിയക് അറസ്റ്റിൽ CPR കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻസൈഡ് ദ ഹോസ്പിറ്റലാണെങ്കിലും കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ റിബ് ഫ്രാക്ചർ. മൾട്ടിപ്പിൾ റിബ് ഫ്രാക്ചർ, പല റിബ്സും ഫ്രാക്ചർ ചെയ്യാം. പക്ഷെ ഇതൊരു ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷനാണ്. നമ്മൾ മരിച്ചുപോയ ഒരാളുടെ ജീവൻ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണത്. അതിനകത്ത് പോയാലും കുഴപ്പമില്ല. റിബ് ഫ്രാക്ചർ നമ്മൾ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന, കൺസർവേറ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് റിബ് ഫ്രാക്ചറിനെ കുറിച്ച് ഒരു വിഷമിച്ചിട്ട് CPR കൊടുക്കാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഓക്കെ. അതുപോലെ ഈ നമ്മൾ പലപ്പോഴും ഫിലിംസിലൊക്കെ കാണിക്കാറില്ലേ, ഈ വെള്ളത്തിൽ വീണിട്ട് വെള്ളം കുടിച്ചു, അത് കഴിഞ്ഞ് ഈ CPR പോലൊരു പ്രൊസീജിയറാണല്ലോ പലപ്പോഴും കാണിക്കുക. എന്നിട്ട് വയറിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരിക, എന്നിട്ട് പേഷ്യൻ്റ് വീണ്ടും എഴുന്നേറ്റ് വരിക. അത് ഒരു വാസ്തവമാണോ അത് സംഭവം? അതോ ഈ CPRനെ ഒരു മിസ്ലീഡിംഗ് ആയിട്ട് കാണിക്കുന്നതാണോ അത്? ഡ്രൗണിങ് CPRനകത്ത് എങ്ങനെ ഡ്രൗണിങ് ആയിട്ടുള്ള വന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ CPR കൊടുക്കുന്നത്? ഡ്രൗണിങ് ആയിട്ടുള്ള വ്യക്തി ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിളിച്ചു നോക്കിയിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല, അദ്ദേഹം ബ്രീത്ത് ചെയ്യുന്നില്ല, ശ്വാസം വലിച്ചു വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി CPR തുടങ്ങണം. ചെസ്റ്റ് കംപ്രഷൻസും മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്. അതിൽ വയറിൽ ഞെക്കി വെള്ളം പുറത്ത് കളയുന്നതൊക്കെ അത് ശരിയായ കാര്യമല്ല. അങ്ങനെ ഞെക്കി കളയുമ്പോഴത്തേക്കും ആ വെള്ളം വീണ്ടും നമ്മുടെ ശ്വാസകോശത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി സെയിം CPRൻ്റെ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കാർഡിയക് അറസ്റ്റ് എന്നൊരു വ്യക്തിക്ക്, കൊളാപ്സ് ചെയ്തൊരു വ്യക്തിക്ക് റെസ്പോൺസ് ഇല്ല, ബ്രീത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ CPRൻ്റെ പ്രോട്ടോകോൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുക. നമ്മൾ വായിക്കാത്ത ഡ്രൗണിങ്ങിന് വളരെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലംസാണ്, ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അത് ചിലപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വായിക്കാത്ത ചിലപ്പോൾ ഫോറിൻ ബോഡീസ് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വിരൽ എടുത്ത് കളയേണ്ട. എന്നിട്ട് ചെസ്റ്റ് കംപ്രഷൻ നോർമൽ നമ്മളിപ്പോൾ കാണിച്ച CPR തന്നെ ഫോളോ ചെയ്യുക, അതാണ് ഫോളോ ചെയ്യുക. ഓക്കെ ഡോക്ടർ, ഷോർട്ട് ബ്രേക്ക്, തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. ഡോക്ടർ, ഈ CPRനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഈ ഹാർട്ടിൻ്റെ
താളം തെറ്റുമ്പോൾ അതിനെ ഷോക്ക് കൊടുത്ത് വീണ്ടും പഴയ താളത്തിലേക്ക് എത്തിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഓട്ടോമാറ്റഡ് ഡീഫിബ്രിലേറ്റർ ആയിരിക്കണം ഡോക്ടർ ഉദ്ദേശിച്ചത്. പുറം രാജ്യങ്ങളിലൊക്കെ ഈ സാധനം വളരെ ഓപ്പണായിട്ട് പൊതു സ്ഥലങ്ങളിൽ വച്ചിരിക്കുകയും അത് ഉപയോഗിക്കാൻ നോർമൽ ഇപ്പോൾ ഒരു ലേമാന് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പം ഈ ഒരു അഡ്വാൻസ്ഡ് സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നുള്ളത് പലപ്പോഴും ആൾക്കാർക്ക് അറിഞ്ഞുകൂടായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇതിനൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഈ സാധനത്തിൻ്റെ വില കാരണമാണോ ഇതിങ്ങനെ ഒരു പൊതുവായ ഒരു സ്ഥലത്ത് ഇത് പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ വയ്ക്കുകയോ അത് ഉപയോഗിക്കാൻ ആൾക്കാരെ ട്രെയിൻ ചെയ്യുകയോ ചെയ്യാത്തത്? ഈ ഡീഫിബ്രിലേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ കാർഡിയക് അറസ്റ്റ് എന്ന വ്യക്തിക്ക് ഒരു മുതിർന്ന ഒരാൾ അതിൻ്റെ അകത്ത് ഒരു 90% അത് ഹൃദയാഘാതത്തെ തുറന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ തന്നെ ഒരു എഗെയിൻ 80 to 90% ഒരു താളത്തിനൊരു അബ്നോർമാലിറ്റി കാണും. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറയുന്ന ഒരു ഋതമായിരിക്കും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചികിത്സ എന്ന് പറയുന്നത് ഷോക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഷോക്ക് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. പൊതു സ്ഥലങ്ങളിലാണ് അത് വെക്കേണ്ടത്. അത് നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ വെസ്റ്റേൺ കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ് മോളുകൾ, ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും 25 കിലോമീറ്റർ സർക്കിളിൽ എവിടെയെങ്കിലുമായിട്ട് അതുണ്ടാവും. ബാക്കി നമ്മൾ ഇന്ത്യൻ പോലീസിലോട്ട് പോയാൽ പോലും പെട്രോൾ ബങ്ക്സിലായിരിക്കും പല സ്ഥലങ്ങളിലും അത് വെച്ചിരിക്കുന്നത്. പെട്ടെന്നൊരു ആക്സസ് ഉണ്ട്. അത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ ചെറിയ രീതിയിലുള്ള ഒരു ട്രെയിനിങ് മതി അതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത്. അത് ചെറിയൊരു വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ്. അതെടുത്ത് ഈ CPR കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെസ്റ്റിൻ്റെ 2 സൈഡിലും 2 പാഡ്സ് ഉണ്ട്. അത് ഒട്ടിക്കുക, അതിനകത്ത് പ്രസ് ചെയ്ത് ഒരു ബട്ടണേ ഉള്ളൂ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് അനൗൺസ്മെൻറ്റ്സ് വരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആ എക്യുപ്മെൻ്റ് തന്നെ ഈ ഹൃദയത്തിൻ്റെ താളം എന്താണെന്നുള്ളത് അസസ് ചെയ്യുന്നു. ഷോക്ക് കൊടുക്കേണ്ട താളം അബ്നോർമലായിട്ടുള്ള ഋതം ആണെങ്കിൽ അത് ഷോക്ക് ഡെലിവറി ചെയ്തോളും. വേറെ നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യും. നമ്മൾ ഈ പാഡ്സ് 2 ചെസ്റ്റിൻ്റെ 2 സൈഡിൽ ഒട്ടിക്കണം, ബട്ടൺ പ്രസ് ചെയ്യണം, അത്രേ ഉള്ളൂ. വളരെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ എയർപോർട്ടിൽ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 2 ഓട്ടോമാറ്റഡ് ഡീഫിബ്രിലേറ്റർ AED എന്നാണ് ഇതിന് പറയുന്നത്. AEDs 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് ടെർമിനലും ഇന്റർനാഷണൽ ടെർമിനലും. ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ V-ഗാർഡുമായിട്ട് ചേർന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും ഒരു AED വെച്ചിട്ടുണ്ട്. നമ്മൾ എക്യുപ്മെൻറ്റ് വെക്കുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ്, ഇപ്പോൾ എയർപോർട്ട് സ്റ്റാഫിന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ സ്റ്റാഫിന് അവർക്കൊരു ബേസിക് ട്രെയിനിങ്, അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ CPR കൊടുക്കണം, ഇതിനെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇത് ഒരുപാട് വിലയുള്ള ഒരു എക്യുപ്മെൻ്റ് ആണോ? ഇതിൻ്റെ വില ഒരു 1 ലക്ഷം രൂപ തൊട്ട് 1.5 ലക്ഷം രൂപ വരെയുള്ള ഒരു എക്യുപ്മെൻ്റാണ്. ഇത് റെഗുലറായിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്ന സാധനമല്ല? അതെ, റെഗുലറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ബാറ്ററി പവർഡ് ആയിരിക്കും. ബാറ്ററി പവർഡ് 4 വർഷത്തോളം അതിന് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അതിൻ്റെ റീചാർജ് ചെയ്ത് വെച്ചാൽ റീചാർജ് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു അവയർനെസ്, CPRൻ്റെ അവയർനെസ് തന്നെ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അതുപോലെ ഓട്ടോമാറ്റഡ് ഡീഫിബ്രിലേറ്റർ ഐഡിയലി പബ്ലിക് പ്ലേസുകളിലെല്ലാം വേണ്ട ഒരു എക്യുപ്മെൻ്റാണ്. കാരണം ഈ ഓട്ടോമാറ്റഡ് ഡീഫിബ്രിലേറ്ററിൻ്റെ ഉപയോഗവും CPRും സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരു വ്യക്തി കൊളാപ്സ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ചെസ്റ്റ് കംപ്രഷൻസും മൗത്ത് ടു മൗത്ത് ബ്രീതിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേസമയം കൊടുക്കുന്നു. ഷോക്ക് ആ എക്യുപ്മെൻറ്റ് നമ്മുടെ സുഹൃത്തിനോട് ആരോടെങ്കിലും പെട്ടെന്ന് തന്നെ ആ എക്യുപ്മെൻറ്റ് കൊണ്ടുവരാൻ പറയുക. എക്യുപ്മെൻറ്റ് അവിടെ അവൈലബിൾ ആണെങ്കിൽ എക്യുപ്മെൻറ്റ് കൊണ്ടുവരാൻ പറയുക. എക്യുപ്മെൻറ്റ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി ചെസ്റ്റ് കംപ്രഷൻ നിർത്തുന്നു. ആ 2 പാഡ്സ് നെഞ്ചിൻ്റെ 2 സൈഡിലും ഒട്ടിക്കുന്നു. അതിനകത്ത് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ താളം അസസ് ചെയ്ത് വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ അബ്നോർമൽ ഋതം അല്ലെങ്കിൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആണെങ്കിൽ ഷോക്ക് ഡെലിവറി ചെയ്യുന്നു. ഇപ്പം ഈ നമ്മൾ ഇങ്ങനെ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് ഈ ഓട്ടോമാറ്റിക് AED ഉള്ള സ്ഥലത്തിന് തൊട്ടടുത്താണെന്ന് വെക്കുക, CPRന് പകരമാവോ AED? അതോ CPRും ഇതും രണ്ടും കൊടുക്കണം? CPRും രണ്ടും കൂടെ സിങ്ക്രണൈസ് ചെയ്ത് വേണം പോകാനായിട്ട്. ചെസ്റ്റ് കംപ്രഷൻസും മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്ങും കൊടുക്കണം. എക്യുപ്മെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒട്ടിക്കുക. ഋതം നോർമൽ ആയി കഴിഞ്ഞാൽ ചിലപ്പം വ്യക്തി ഒരു ഹാർട്ടിൻ്റെ താളം നോർമൽ സിറ്റുവേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യക്തി കണ്ണ് തുറക്കുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ണ് തുറന്ന് ബ്രീത്തിങ് ശ്വാസോച്ഛ്വാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ CPR കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഋതം നോർമലായി അല്ലെങ്കിൽ ഋതം ശരിയായിട്ടില്ല, വ്യക്തി വിളിച്ചിട്ട് റെസ്പോൺസ് ഇല്ല, ബ്രീത്തിങ് ഇല്ല എന്നുണ്ടെങ്കിൽ CPR കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഇതിൻ്റെ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ്റെ ഒരുപാട് പ്രാവശ്യം ഹാർട്ട് കെയർ ഫൗണ്ടേഷനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹാർട്ട് കെയർ ഫൗണ്ടേഷന് പല പ്രൊജക്റ്റുകളുണ്ട്. അതിനകത്തൊരു മേജർ പ്രൊജക്റ്റാണ് CPR. ബാക്കി പിന്നെ ഉള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിട്ട് കാർഡിയക് സർജറി, ഹാർട്ട് ഓപ്പറേഷനായിട്ട് പാവപ്പെട്ട രോഗികൾക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ പ്രിവെൻഷൻ ഓഫ് ഹാർട്ട് ഡിസീസിനെ കുറിച്ചുള്ള ഒത്തിരി അവയർനെസ് ക്ലാസ്സുകളും ഹൃദയ സംഗമസ്, ഹാർട്ട് സർജറീസോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തികളെ എങ്ങനെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഈ CPR അവയർനെസ്സിനെ കുറിച്ച് തന്നെയുള്ള ഒരു മ്യൂസിക് ആൽബം കഴിഞ്ഞ മാർച്ച് 23 റിലീസ് ചെയ്യണ്ടായി. ഞങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിസിയോതെറാപ്പിസ്റ്റായ ഡാനിയും
ലൂർദ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ട്യൂട്ടറായ വിപിനും കൂടെ ചേർന്ന് മ്യൂസിക് കൊടുത്ത ഇപ്പം അവാർഡി സ്റ്റേറ്റ് അവാർഡി സിതാരയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇതഗെയിൻ ഒരു അവയർനെസ്സിനെ CPR അവയർനെസ്സിനെ കുറിച്ചുള്ളതാണ്. ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഒരു മ്യൂസിക് ഒരു പാട്ട് CPR അവയർനെസ്സിനുള്ള ഒരു പാട്ട് അടുത്ത കാലത്ത് റിലീസ് ചെയ്യുന്നു. അത് യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് വ്യൂ ചെയ്തിരിക്കുന്നത്. NHSൻ്റെ ഒരു സ്റ്റാറ്റിക്സ് അനുസരിച്ച് ആ ഒരു അവയർനെസ് വന്നതിന് ശേഷം ആയിരക്കണക്കിന് കാർഡിയക് അറസ്റ്റ് വന്ന വ്യക്തികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഈ ഒരു മ്യൂസിക് ആൽബം ഈ CPR അവയർനെസ്സിനെ കുറിച്ചുള്ള പാട്ടും അതിനൊരു അതുപോലെ ആവട്ടെ. എനിക്ക് തോന്നുന്നു ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ ഈ ഫോറിൻ സോങ്ങിൽ ഏതോ ഒരു സെലിബ്രിറ്റിയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റും കൂടെ ഉണ്ടാകും. ഈ CPRന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഒരുപാട് പ്രോഗ്രാംസ് ഇട്ടിട്ടുണ്ടാവണം അല്ലേ? തീർച്ചയായും. ഇത് പൊതുജനങ്ങളിലേക്ക് എത്തി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങൾക്ക് ഈ ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ച് ട്രെയിനിങ് ഇല്ലാത്തതൊരു വലിയ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ലെവലിൽ ഇതിനൊരു മേജർ നമ്മളൊരു പ്രിവെൻഷൻ ഓഫ് പ്രോബ്ലംസ് ഉള്ളൊരു അങ്ങനത്തെ പ്രൊജക്ട്സ് ടേക്കപ്പ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ലെവലിൽ ടേക്കപ്പ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി CPRനെ കുറിച്ചും ഈ AED ഇംപ്ലാന്റേഷൻ ഓട്ടോമേറ്റഡ് ഡീഫിബ്രിലേറ്റർ പബ്ലിക് പ്ലേസിൽ വെക്കേണ്ടതും ഗവൺമെന്റ് ലെവലിൽ തന്നെ അത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഒരു പ്രൈവറ്റ് സെക്ടറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രൈവറ്റ് സെക്ടറിൽ നോക്കുവാണെങ്കിൽ ഇപ്പം മെട്രോ സിറ്റീസിലോട്ട് പോകുകയാണെങ്കിൽ ബോംബെയിലും ഇതൊക്കെ ഈ ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഓഫീസുകളിലെല്ലാം നമുക്ക് ഓട്ടോമേറ്റഡ് ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ കാരണം ഇവിടെ ആ ഒരു അവയർനെസ് വന്നിട്ടില്ല, നമ്മുടെ നാട്ടിൽ ആ ഒരു അവയർനെസ് വന്നിട്ടില്ല. ഞാനിപ്പം നമ്മുടെ ഡോക്ടറുടെ ടൈറ്റിൽ വെച്ചപ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കാർഡിയക് അനസ്തെറ്റിസ്റ്റ് ആണ് അടിച്ചിരിക്കുന്നത്. ഒരു സാധാരണ അനസ്തെറ്റിസ്റ്റും കാർഡിയക് അനസ്തെറ്റിസ്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ല, കാർഡിയക് അനസ്തീസിയ സാധാരണ ഞാൻ ഹാർട്ട് ഓപ്പറേഷനാണ് അനസ്തീസിയ കൊടുക്കുന്നത്. ഞാൻ ലിസി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഡെയിലി 4 to 5 4 to 5 സർജറീസ് വരെ നടക്കുന്നുണ്ട്. ഡോക്ടർ ജോസ് ചാക്കോയാണ് ഞങ്ങൾ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ. ഡോക്ടർ ജോസാണ് സർജൻ, ചീഫ് സർജൻ. ജനറൽ സർജനുമായിട്ടുള്ള ഒരു സർജറിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജനറൽ സർജറിയിൽ സ്പൈനൽ അനസ്തീസിയ, ജനറൽ അനസ്തീസിയ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സിനുള്ള അനസ്തീസിയ വരും. കാർഡിയക് സർജറിക്ക് അധികം ജനറൽ അനസ്തീസിയാണ്. ഇടയ്ക്ക് നമ്മൾ എപ്പിഡ്യൂറൽ അനസ്തീസിയ ആയിട്ട് കമ്പൈൻ ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോണിറ്ററിങ് ടെക്നിക്സും ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും കുറച്ചുകൂടെ ഇൻപുട്ട് അനസ്തറ്റിസ്റ്റിന് വേണ്ട ഒരു ഫീൽഡാണ് കാർഡിയക് അനസ്തീസിയ. ഓക്കെ, ഡോക്ടർ ജേക്കബിന് ഈ ഡിസ്കഷനിൽ വളരെ വിശദമായിട്ട് CPR കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്താണ്, അത് എന്തിനാണ് അത് ചെയ്യേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് അത് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള CPR എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയും നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഇത് കണ്ടിരിക്കുന്നവർക്ക് CPR എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ യൂട്യൂബിൽ കാണാമായിരിക്കും അല്ലേ? ഈ വീഡിയോ യൂട്യൂബിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ CPR പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പല പരിപാടികളിലൊന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വീഡിയോ സോങ്ങും ചിത്രീകരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് പല ചാനലുകളിൽ അത് കാണാൻ പറ്റിയേക്കും. CPR ലൈഫ് സപ്പോർട്ടിംഗ് ടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ആരും നിസ്സാരമായി കാണാതിരിക്കുക. എല്ലാവരും തന്നെ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ട്രെയിനിങ് കഴിയുന്നിടത്തോളം അറിയാവുന്ന കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതും അത് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്നതും ഒരുപക്ഷെ ഒരുപാട് ജീവനുകൾക്ക് രക്ഷയായേക്കാം. ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്തുകൊണ്ട് ഇന്ന് വിട പറയുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ബൈ.